ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ. അപ്പം അതിനായിട്ട് ആദ്യം ഇതേപോലെ ഒരു സ്പൈറൽ വരക്കാം കേട്ടോ. സ്പൈറൽ വരച്ചതിന് ശേഷം അതിന്മേൽ ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് ചുറ്റിലും ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആ ഫിംഗറിൻ്റെ ഒക്കെ നേരക്കുള്ള ഒരു ഭാഗത്ത് ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള 2 ഫ്ലവർ ഒന്നിച്ച് വരച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറില്ലേ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വീണ്ടും ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറും കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതുമ്പോൾ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഫ്ലവറില്ലേ ആ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് ഈ ഹംസിൻ്റെ മേലെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഒരു ഫ്ലവർ അതേപോലെ ഹംസ് വെച്ചിട്ടുള്ള 2 ഫ്ലവർ വീണ്ടും ഈ ഒരു ഫ്ലവർ പിന്നെ ഹംസ് വെച്ചിട്ടുള്ള 2 ഫ്ലവർ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് 2 സൈഡിലെയും ഫിംഗർക്ക് ഇങ്ങനെ എത്തിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഉള്ളൊക്കെ അതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷെയ്ഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെറ്റൽസ് ഒക്കെ അതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ 2 എലമെൻറ്റ്സ് വരച്ചിട്ട് ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതേപോലെ ഫിംഗേഴ്സിൽ ഗ്രിഡ്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഗ്രിഡ്സ് വരച്ചിട്ട് ആ 2 ലൈൻസ് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ യൂണിൻ്റെ ഷേപ്പിൽ ഇതേപോലെ 3 കേർവ്ഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. ആ ലൈനുമ്മ കൂടെ ഒക്കെ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ചെറിയ ഫിംഗറിലും ഇതേപോലത്തെ ഗ്രിഡ്സ് ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഡിസൈനിൻ്റെ മേലെ ഭാഗത്തേക്ക് ഇതേപോലെ ഒരു കേർവ്ഡ് ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ച ആ ഒരു കേർവ്ഡ് ലൈനില്ലേ അതുമൊക്കെ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. 3 ലൈനിലും ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും സെൻട്രലിലുള്ള ലൈന് മറ്റ് 2 ലീഫിൻ്റെ കാട്ടിലും ഒന്നുകൂടെ ചെറുതായി നിൽക്കുന്നതാവും ഏറ്റവും ഭംഗിയുണ്ടാവും. ഇനി ബാക്കിയുള്ള ഫിംഗേഴ്സിലൊക്കെ നമുക്ക് ക്യാപ്പ് ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ 3 ലൈൻസ് വരച്ചെടുക്കുക. ഇനി അതിൻ്റെ ഏറ്റവും താഴത്തെ ലൈനിൽ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലത്തെ 2 ലൈൻസും ഇതുപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫിംഗറിൻ്റെ മേലെ വരുന്ന ആ സ്പേസിൽ നമ്മൾ താഴെ മറ്റ് ഫിംഗേഴ്സിൽ കൊടുത്തിട്ടുള്ള ഗ്രിഡ്സ് വരച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഫൈനലോട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്.